പാലക്കാട് കഞ്ചിക്കോട് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമം. അതിക്രമം ചേർത്ത യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് പ്രതി രക്ഷപ്പെട്ടു. കൊട്ടിൽപ്പാറ സ്വദേശി സൈമൺ നായി പാലക്കാട് കസബ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ തൃശൂരിൽ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുകയാണ്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. വീടിനോട് ചേർന്ന പച്ചക്കറി തോട്ടത്തിൽ നിന്നും യുവതിയും അമ്മയും പുല്ലരിയുകയായിരുന്നു. ഇതിനിടെ അമ്മ വീട്ടിലേക്ക് പോയ സമയത്താണ് തക്കം പാർത്തിരുന്ന പ്രതി പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചത്. യുവതിയെ ഇയാൾ കയറിപ്പിടിക്കാൻ ശ്രമിച്ചതായി പോലീസ് പറയുന്നു. യുവതി ഇതിനെ പ്രതിരോധിച്ചു. എന്നാൽ സൈമൺ യുവതിയുടെ കയ്യിലുണ്ടായിരുന്ന അരിവാൾ പിടിച്ചുവാങ്ങി തലയിൽ വെട്ടുകയായിരുന്നു. ആ അച്ഛനമ്മ വളരെ പാവമാണ്. വളരെ പാവമെന്ന് വെച്ചാൽ അച്ഛന് ചെവി കേൾക്കില്ല. അമ്മ മാട് കാടുണ്ട്, അവർക്ക് പയറ് വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. അത് വലിക്കാൻ വേണ്ടി പോയതാണ്. വലിക്കാൻ പോകുമ്പോൾ അവൻ സമയം നോക്കിയിട്ട് ആ കുട്ടിയെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. തലയുടെ വലതുഭാഗത്താണ് വെട്ടേറ്റത്. ഉടൻ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവതിയെ ആക്രമിച്ച ശേഷം ഇയാൾ ബൈക്കുമായി മുങ്ങിയത് കണ്ടവരുണ്ട്. സൈമൺ പറഞ്ഞ ഒരു പ്രതി, അവിടുത്തെ ഒരു പയ്യൻ, ഈ അമ്മ പോയതും ഈ കുട്ടിനെ ആക്രമിക്കുകയും ആക്രമിച്ച് തലയിൽ 2-3 വെട്ട് വെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഭയാസംഖ്യയിലാണ് അവിടെ കുട്ടിൻ്റെ അവസ്ഥ. ഞങ്ങളെല്ലാവരും ശബ്ദം കേട്ട് അമ്മയും ഞങ്ങളും കൂടി അങ്ങോട്ട് ഓടുമ്പോൾ ഈ പയ്യൻ അവിടെ നിന്ന് ഓടിപ്പോയി. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം ഊർജിതമാക്കിയതായും കസബ പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.